രചന രാജീവ് ഷാജി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി നൂഞ്ഞേരി. കാവേരി, ഡി കാവേരി, നിന്റെ ഫോൺ ബില്ലടിക്കുക. ഗാഥ കിച്ചണിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ഡി ആരാ നോക്കിയേ? കാവേരി കുളിക്കുന്നതിനിടെ വിളിച്ചു പറഞ്ഞു. ആ ഓക്കെ. ഗാഥ പോയി ഫോൺ എടുത്തു. ഗംഗ കോളി. ഹലോ ചേച്ചി, അവൾ കുളിക്കുക. അതെയോ, എന്നാ ഞാൻ പിന്നെ വിളിക്കാം. ആ ചേച്ചി, കല്യാണത്തിന്റെ ഒരു കണക്ക് ഇതുവരെയായി? ഒക്കെ നടന്നുകൊണ്ടിരിക്കുക മോളെ. പിന്നെ നീ അവളോടൊപ്പം നേരത്തെ തന്നെ ഇങ്ങ് എത്തിയേക്കണം കേട്ടല്ലോ. അത് പിന്നെ പറയണേ ചേച്ചി, അതൊക്കെ സെറ്റല്ലേ? ആ എന്നാ അവൾ കുളി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ പറഞ്ഞേക്ക് ഞാൻ വിളിച്ചിരുന്നു എന്ന്. ശരി ചേച്ചി, ബൈ. ഡി ഗംഗ ചേച്ചിയെ വിളിച്ചേ? ആണോ, ഞാൻ വിളിച്ചോളാം. ആ പിന്നെ ആ ചോറൊന്ന് വാർത്ത് വെച്ചേക്കണേ, ഞാൻ കുളിച്ചു വരാം. ഓക്കെ ഡി, നീ പോയിട്ട് വാ. കാവേരി ഫോണെടുത്ത് കിച്ചണിലേക്ക് പോയി. ഗാഥ, തന്നെ പ്രിൻസിപ്പൽ മാഡം വിളിക്കുന്നു. ക്ലാസ്സിലെ സ്റ്റുഡന്റ് അവളോട് പറഞ്ഞു. ഡി എന്തിനാവും മാഡം വിളിക്കുന്നത്? ഗാഥ കാവേരിയോട് ചോദിച്ചു. ആ അറിയില്ല, എന്നാലും നീ പോയി നോക്ക്. ആൾ ഓഫീസിലേക്ക് പോയി. മേ ഐ കമിൻ മാം? യെസ് കമിൻ. മാഡം തന്നെ വിളിച്ചേ? ആ ഗാഥ, താനൊരു വീക്ക് ലീവ് ചോദിച്ചിരുന്നില്ലേ കാവേരിയുടെ സിസ്റ്ററിന്റെ മാരേജിന് പോവാൻ? യെസ് മാം. ആ താൻ ഹോസ്റ്റലിൽ നിൽക്കുന്നതുകൊണ്ടാണ് തൻ്റെ വീട്ടുകാരുടെ പെർമിഷൻ വേണമെന്ന് പറഞ്ഞ് തൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ചിരുന്നു. അവർക്ക് ഓക്കെയാണ്, താൻ പോയിക്കോളൂ കേട്ടോ. താങ്ക് യു മാം. എന്നാ പോകുന്നേ? നാളെയാണ് മാം. ഓക്കെ എന്നാൽ ശരി, ക്ലാസ്സിൽ പോയിക്കോ. യെസ് മാം. എന്താടി മാഡത്തിനെ നിന്നെ വിളിപ്പിച്ചേ? ഓ അത് നിന്റെ വീട്ടിൽ വരാൻ പെർമിഷൻ ചോദിച്ചിരുന്നില്ലേ? എൻ്റെ വീട്ടിൽ നിന്ന് വിളിച്ച് ഓക്കെ ആണെന്ന് പൊക്കോളാൻ പറഞ്ഞു. ശരിക്കും? ആടി ഓക്കെ, അപ്പോൾ 1 വീക്ക് നമ്മൾ അടിച്ചു വിളിക്കുന്നു. എന്താ പിന്നില്ലാതെ? അങ്ങനെ പിറ്റേന്ന് കാവേരിയും കാതയും ചേച്ചിയുടെ കല്യാണത്തിൽ പങ്കെടുക്കാൻ കാവേരിയുടെ നാട്ടിലേക്ക് വണ്ടി കയറി. 4-5 മണിക്കൂർ യാത്രയുണ്ട് നാട്ടിലെത്താൻ. അങ്ങനെ വൈകുന്നേരം അവർ നാടെത്തി. ബസ്സിൽ നിന്നിറങ്ങി ഇരുവരും വയൽവരമ്പിലൂടെ നടക്കാൻ തുടങ്ങി. എന്ത് ഭംഗിയാണ് ഇവിടെയൊക്കെ കാണാൻ, ഗാഥ പറഞ്ഞു. അതിൽ ഞാൻ നിന്നോട് പറഞ്ഞ് കൂടെ പോരാൻ. നടന്നു വരുമ്പോൾ ഈ വഴി തന്നെ ഞാൻ വരുന്നത്. വണ്ടിയിൽ വരുമ്പോൾ ഞാൻ കാണിച്ചില്ലേ വേറെ വഴി, അതിലൂടെയാ പോകുന്നത്. ഇതുവഴി ഇങ്ങനെ ശുദ്ധവായൊക്കെ ശ്വസിച്ച് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നടക്കാൻ എന്ത് രസാന്നറിയോ? ശരിക്കും അതെ, ഗാഥ ചുറ്റും നോക്കി പറഞ്ഞു. ആ ഒരു വീടെത്തി. ആ മക്കളെ, നിങ്ങൾ വന്നോ? ബസ് ഇറങ്ങുമ്പോൾ വിളിക്കാനല്ലേ പറഞ്ഞ് അച്ഛൻ കാറുമായിട്ട് വരുമായിരുന്നല്ലോ, കാവേരിയുടെ അമ്മ പറഞ്ഞു. അവൾക്ക് ഞാൻ ഈ നാടിന്റെ ഭംഗിയൊന്ന് കാണിച്ചു കൊടുത്ത അമ്മേ. ഓ യാത്ര ചെയ്ത് ക്ഷീണിച്ച് വരുമ്പോഴല്ലേ നാടിന്റെ ഭംഗി കാണിക്കുന്നേ, അതിന് ഇനിയും സമയമുണ്ടല്ലോ. ആ എന്തായാലും മോള് വാ, പോയി ഫ്രഷ് ആവും. അപ്പോഴേക്കും അമ്മ കഴിക്കാനെടുക്കാം. കാവേരി, നീ മോളെ റൂമിലേക്ക് കൊണ്ടുപോയേ. ഓക്കെ മാധശ്രീ, വാടി. അല്ല കല്യാണ പെണ്ണെവിടെ? ഞാനിവിടെ ഉണ്ടേ. ഗംഗ ചേച്ചി അങ്ങോട്ടേക്ക് വന്നു. ഹായ് ഗാഥ മോളെ, യാത്രയ്ക്ക് സുഖമായിരുന്നോ? ആ ചേച്ചി. എന്നാ മോള് ചെല്ല്. ബാഗും എടുത്ത് ഗാഥ കാവേരിക്ക് പിന്നാലെ പോയി. ഫ്രഷായി താഴേക്ക് വന്നപ്പോൾ അച്ഛനെ കണ്ടു. ആ മോളെ എപ്പോ എത്തി? കുറച്ചേരായി അച്ഛാ. ആ പോയി വല്ലതും കഴിക്ക്. ശരി അച്ഛാ. ഗാഥ അവിടെ എല്ലാവർക്കും പരിചിതമാണ്. കാവേരി അവളെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വീട്ടിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അവർക്കെല്ലാം കാവേരിയെ പോലെയാണ് ഗാഥയും. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കാവേരി ഗാഥയും കൂട്ടി അവളെ നാട് കാണിക്കാൻ ഇറങ്ങി. പാടവരമ്പിലൂടെ അവർ ഇളം കാറ്റേറ്റ് നടന്നു. അതിനിടയിൽ വഴിയിൽ കണ്ട പരിചയക്കാരോടൊക്കെ കാവേരി വിശേഷം പങ്കുവെക്കുകയും ഗാഥയെ പരിചയപ്പെടുത്തുകയും ചെയ്തു. ഗാഥക്ക് അവിടെയൊക്കെ വല്ലാതെ ഇഷ്ടപ്പെട്ടു. നാട്ടിൻ പുറമൊക്കെ കാണുന്ന ആദ്യമായിട്ടാണ്. കേട്ടറിവ് മാത്രമേ ഇതുവരെ ഉണ്ടായിരുന്നുള്ളൂ. കോടീശ്വരന്മാരായ ഡാഡിയുടെയും മമ്മിയുടെയും ഒരേ ഒരു മകൾ, വായിൽ സ്വർണ്ണക്കരണിയുമായി ജനിച്ചവൾ. എല്ലാ സൗഭാഗ്യങ്ങളും അവൾക്കുണ്ടായിരുന്നു, ഒന്നൊഴിയെ സ്നേഹം. മാതാപിതാക്കളുടെ സ്നേഹം എന്താണെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല. പണമുണ്ടാക്കാനുള്ള നെട്ടോട്ടത്തിൽ അവർ മകളെ സ്നേഹിക്കാനോ അവളുമായി സമയം ചെലവഴിക്കാനോ മെനക്കെട്ടില്ല. പകരം അവളുടെ കാര്യങ്ങൾ നോക്കാൻ ജോലിക്കാരിയാക്കി. അവരിലൂടെയാണ് യഥാർത്ഥ സ്നേഹം എന്താണെന്ന് അവൾ തിരിച്ചറിഞ്ഞത്. അവൾ തന്നെ നാടിനെ കുറിച്ചൊക്കെ അവളോട് വാത്തോരാ സംസാരിക്കുമായിരുന്നു. നാട്ടിൻ പുറത്തെ പച്ചപ്പും മനോഹാരിതയും അവളുടെ വാക്കുകളിലൂടെ അറിഞ്ഞവൾ നാട്ടിൻപുറം കാണുമെന്ന് വാശി പിടിച്ചു. എന്നാൽ അവിടെ ആഗ്രഹം നടത്താൻ മാതാപിതാക്കൾ തയ്യാറായില്ല. മകൾ തങ്ങളെപ്പോലെ ഉയർന്ന വിദ്യാഭ്യാസവും ലക്ഷങ്ങൾ ശമ്പളമുള്ള ജോലിയും നേടണമെന്ന് അവർ തീരുമാനിച്ചു. അതിനാൽ ചിട്ടയായ വിദ്യാഭ്യാസം അവൾക്ക് നൽകി. കോളേജിലെത്തിയപ്പോൾ അവൾ കിട്ടിയ കൂട്ടാണ് കാവേരി, നാടിന്റെ നൈർമല്യമുള്ളവൾ. കാവേരിയുമായി പെട്ടെന്ന് കൂട്ടായി. ഹോസ്റ്റലിൽ അവർ ഒരുമിച്ചായി. അങ്ങനെ അവർ പിരിയാൻ വയ്യാത്ത കൂട്ടുകാരായി മാറി. ഗാഥയുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ കാവേരിക്ക് അവളോർത്ത് സങ്കടം തോന്നി. എല്ലാം ഉണ്ടായിട്ടും സ്നേഹം എന്തെന്നറിയാതെ വളർന്നവൾ. അവൾക്ക് കൂട്ടുകാരിയോട് വല്ലാത്ത വാത്സല്യം തോന്നി. അവൾ ഗാഥയെക്കുറിച്ചുള്ള കാര്യങ്ങൾ വീട്ടുകാരോട് പറഞ്ഞപ്പോൾ അവർക്കും വല്ലാതെ സങ്കടം തോന്നി. പിന്നീടൊക്കെ വീട്ടുകാർ അവളെ വിളിച്ച് സംസാരിക്കും. അവരുടെയൊക്കെ സ്നേഹം കണ്ടപ്പോൾ അവൾക്ക് കണ്ണു നിറഞ്ഞുപോയി. അവൾക്ക് കിട്ടാത്ത സ്നേഹം വാരിക്കോരി കൊടുക്കാനാണ് ഗംഗയുടെ കല്യാണത്തിന് നേരത്തെ അവളെയും കൂട്ടി വരാൻ വീട്ടുകാർ കാവേരിയോട് പറഞ്ഞത്. ഗാഥയുടെ വീട്ടിൽ ചോദിച്ചപ്പോൾ ആദ്യം അവർ സമ്മതിച്ചില്ല. പിന്നെ പ്രിൻസിപ്പൽ മാഡത്തോട് അവൾ വിടാൻ സമ്മതം അറിയിച്ചു. അങ്ങനെയാണ് ഗാഥ ഈ നാട്ടിലേക്ക് എത്തിയത്. അങ്ങനെ ഗാഥ എല്ലാവർക്കും അവിടെ അടിച്ചു വിളിച്ച്. എല്ലാവരുടെയും സ്നേഹം കണ്ടപ്പോൾ അവൾക്ക് സന്തോഷം കൊണ്ട് മനസ്സിറങ്ങി. കല്യാണത്തിന് ഡ്രസ്സ് ഓർണമെന്റ്സ് എടുക്കാൻ ഗാഥയും കൂട്ടി. ഗാഥയും ചേച്ചിക്ക് വേണ്ടി ഒരു സ്നേഹ സമ്മാനം വാങ്ങി. അങ്ങനെ 4-5 ദിവസം വേഗത്തിൽ കടന്നുപോയി. ഇനി 4-5 ദിവസമേ ഉള്ളൂ ബാക്കി കല്യാണത്തിന്.
ബന്ധുക്കളൊക്കെ വന്നു തുടങ്ങി. എല്ലാവരും ഗാഥയെ പരിചയപ്പെട്ടു. എല്ലാവർക്കും അവളുടെ ക്യാരക്ടർ വല്ലാതെ ഇഷ്ടപ്പെട്ടു. അന്ന് വൈകുന്നേരം കാവേരിയുടെ അമ്മായി അമ്മാവനും അവരുടെ മക്കളായ മഹേഷും മായയും എത്തി. മഹേഷ് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. മായ ബിടെക് സ്റ്റുഡന്റ്. ഹായ് കാവേരി. മായ അവൾക്കടുത്തേക്ക് വന്നു. ഹായ്, എപ്പോ എത്തിയടി? ദേ ഇപ്പോ വരുന്ന വഴിയാ. എല്ലാരും വന്നില്ലേ? അടി താഴെയുണ്ട്. അല്ല, ഇതാണ് നിന്റെ ചങ്കി ഗാഥ? അതേലോ ഡി, ഇത് മായ. ഹായ്. അവൾ മായക്ക് നേരെ കൈ നീട്ടി. ഹലോ, എന്നെ അറിയോ? ആ, കാവേരി പറഞ്ഞിട്ടുണ്ട്. അതെയോ? എന്താടി നീ എന്നെ പറ്റി പറഞ്ഞേ? എല്ലാം പറഞ്ഞു മോളെ, നീ ഞങ്ങളെപ്പോലെ തന്നെയാണ്. ആഹാ, അവ നമ്മളൊക്കെ ഒരേ വൈബാണല്ലേ. പിന്നെ അല്ലാണ്ട്. അവർ പെട്ടെന്ന് തന്നെ കൂട്ടായി. അവർ 3 പേരും കൂടി താഴേക്ക് വന്നു. മായയുടെ അച്ഛനും അമ്മയും ഗാഥയെ പരിചയപ്പെട്ടു. അവർ സംസാരിച്ചിരുന്നപ്പോഴാണ് മഹേഷ് അങ്ങോട്ടേക്ക് വന്ന്. ഹായ് മയ്യേട്ടാ. കാവേരി അവനടുത്തേക്ക് പോയി. ഹായ് ഡി. മയ്യേട്ടാ, ഇതാ ഗാഥ. ഓ, ഇതാണ് ആ പണച്ചാക്ക്. അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഗാഥയുടെ മുഖം മങ്ങി. മയ്യേട്ടാ, എന്താ ഇത് ഇങ്ങനെയാണ് സംസാരിക്കുന്നേ? കാവേരി അവനോട് ചോദിച്ചു. എന്താ മഹി ഇത്? ആദ്യമായിട്ട് കാണുന്ന ഒരാൾ ഇങ്ങനെയാണോ പരിചയപ്പെടുന്നേ? അവന്റെ അമ്മ അവനെ ശാസിച്ചു. മോളെ, ഒന്നും തോന്നരുത്. ഏയ്, അതൊന്നും സാരില്ല മായി. വാടി, നമുക്ക് പറമ്പിൽ പോയി വരാം. അവളുടെ മൂട് മാറ്റാൻ കാവേരി അവളോട് പറഞ്ഞു. ഞാനും വരുന്നടി. മായ അവർക്കൊപ്പം പോയി. എന്താ മോനെ ഇത്? ആ കൊച്ചിന് സങ്കടമായി കാണും, കാവേരിയുടെ അമ്മ പറഞ്ഞു. അമ്മായിക്ക് അറിയില്ല അവളെ. ഒരു ദിവസം ഞാൻ കാവേരി വിളിച്ചപ്പോ ഈ കുരുപ്പ ഫോൺ എടുത്ത് അവൾക്ക് ഒരു എല്ല് കൂടുതലാ. അത് ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ഞാൻ ഒടിക്കും. ഡാ, നീ ഒന്നും ഒടിക്കാൻ നിൽക്കണ്ട. അതൊരു പാവം കൊച്ചാ. അത് എന്ത് സന്തോഷത്തിലായിരുന്നു, ഒക്കെ കളഞ്ഞവൻ. അവന്റെ അമ്മ പറഞ്ഞു. സോറിടാ, ഏട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞേന്. ഏയ്, അതൊന്നും സാരില്ലടി. നിന്റെ ഏട്ടനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ദിവസം ഇവിടെ വിളിച്ചപ്പോൾ ഞാൻ പുള്ളിക്കാരനോട് ചെറുതായിട്ടൊന്ന് ഇടഞ്ഞതാ. അതിന്റെ കലിപ്പാപ്പനോട് കാണിച്ച്. ഇതിനിടയിൽ അങ്ങനെയൊക്കെ സംഭവിച്ചോ? അതേടി, അന്ന് വിളിച്ചപ്പോൾ ഞാൻ ഫോൺ കെട്ടിയാൻ മറന്നു. ഇതെന്ത് ഭ്രാന്തനാടി എന്ന് വിളിച്ച് ചോദിക്കുന്ന മഹിയേട്ടൻ കേട്ടു. അന്ന് ഇടഞ്ഞതാ മുതൽ ഇവളോട്. എന്തായാലും ഫസ്റ്റ് മീറ്റ് നന്നായിട്ടുണ്ടടി, കാവേരി ചിരിയോടെ പറഞ്ഞു. ആ, എന്നാ ഇനി നീ ഇവിടുന്ന് പോകുന്നവരെ യുദ്ധം പ്രതീക്ഷിക്കാം അല്ലേടി? മായ ചോദിച്ചു. തീർച്ചയായും, അവൾ ചിരിയോടെ പറഞ്ഞു. അവൾ പറഞ്ഞ് ശരിയായിരുന്നു. പിന്നീട് അങ്ങോട്ട് അവർ തമ്മിലുള്ള യുദ്ധത്തിന് ആ വീട് സാക്ഷ്യം വഹിച്ചു. ഒടുവിൽ കല്യാണം കഴിയുന്നവരെ പ്രശ്നം ഉണ്ടാക്കിയിരുന്ന കാരണന്മാർ പറഞ്ഞുകൊണ്ട് അവർ തമ്മിലുള്ള പരസ്യയുദ്ധം അവസാനിച്ചു. പക്ഷേ ചെറിയ ഏറ്റുമുട്ടലുകൾ അവർ തമ്മിലുണ്ടായി. ഒരു ദിവസം ദാവണിയൊക്കെ കൊടുത്ത് കാവേരിക്കും മായക്കൊപ്പം ക്ഷേത്രത്തിലൂടെ പോയിട്ട് പാടവരമ്പിലൂടെ നടന്നു വരികയായിരുന്നു ഗാഥ. പെട്ടെന്ന് അവിടെ മുന്നിലൊരുത്തം വന്നു നിന്നു. കാവേരിയോട് ചോദിച്ചു. അല്ല കാവേരി മോളെ, ഇതാരാ പുതിയൊരു മുതല്? അയാൾ ഗാഥയെ ഒഴിഞ്ഞു നോക്കി. കാവേരിയുടെയും മായയുടെയും ഭാഗത്തിൽ നിന്നും അയാൾ അത്രയ്ക്ക് നല്ലവനല്ലെന്ന് അവൾക്ക് മനസ്സിലായി. അത് ആ സ്ഥലത്തെ ഒരു ഗുണ്ടയായിരുന്നു, പേര് മാധവൻ. കാവേരി മായ നാട്ടുകാരായതുകൊണ്ട് അവൻ അവരെ ഉപദ്രവിക്കില്ല. പക്ഷെ വേറെ ഏതെങ്കിലും പെമ്പിള്ളേർ അങ്ങോട്ടേക്ക് വന്നാൽ അവനൊന്ന് തൊട്ടു തലവിടണമെന്നൊക്കെ തോന്നും. മാധവേട്ടാ, ഇവളെ വിട്ടേക്ക്, ഇതെന്റെ കൂട്ടുകാരിയാ. ഓഹോ, മോളുടെ കൂട്ടുകാരിയാണോ? എന്നാ ഒന്ന് പരിചയപ്പെട്ടേക്കാം അല്ലേ മോളെ? അയാൾ ഗാഥയെ നോക്കി പറഞ്ഞു. ഓ, പിന്നെന്താ, പരിചയപ്പെടാലോ ഏട്ടാ. ഈ ഗാഥേ വേണ്ട, കാവേരി പേടിയോടെ പറഞ്ഞു. നീ പേടിക്കാടി, ഇവൻ എന്താ ചെയ്യുന്നത് നോക്കട്ടെ. ആഹാ, അതാണ് ഇങ്ങനെയുള്ള ഉശിരുള്ള പെമ്പിള്ളേരെ ചേട്ടൻ ഇഷ്ടം. അയാൾ അവൾക്കടുത്തേക്ക് വരാൻ തുടങ്ങി. അവൾ ദാവണിയുടെ തുമ്പെടുത്ത് അരികിൽ തിരികെ. അവൻ അടുത്തെത്തിയതും അവൾ അവനെ നെഞ്ചാങ്കൂട് നോക്കി ഒറ്റ ചവിട്ട് കൊടുത്തു. ദേ കിടക്കുന്ന അവൻ കുറ്റിയും പറിച്ച് താഴെ പാടത്ത്. ഇനി ഒരു പെണ്ണിനെ നീ അനാവശ്യമായി നോക്കരുത്, കേട്ടോടാ അലവരാതി. വാടി. അവർ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയപ്പോൾ അവരെ വീട്ടുകാർ ശാസിച്ചു. അവനാള് നല്ലവനല്ലെന്നും അവൻ വെറുതെ ഇരിക്കില്ലെന്നും ഇനി ഒറ്റയ്ക്ക് പുറത്തേക്ക് പോകരുതെന്നും പറഞ്ഞു. കാര്യങ്ങൾ അറിഞ്ഞ മഹേഷ് ഗാഥയെ വഴക്ക് പറഞ്ഞു. നീ ആരാതാണ് വിചാരം? ഉണ്ണിയാർച്ചയോ? നീ കാരണം ഇപ്പൊ ഇവര് കൂടി പെട്ടില്ലേ? അവനിനി ഇവരോടും ദേഷ്യത്തിലാവും. അവിടെ ഒരു ഞാൻ കാരണം ആർക്കൊരു പ്രശ്നം വേണ്ട. ഞാൻ അയാളെ കണ്ട് സോറി പറഞ്ഞോളാം. അവളവിടുന്ന് പോയി. നിക്കവിടെ. അവൻ വിളിച്ചിട്ട് അവൾ നിന്നില്ല. അയ്യോ, അയാളുടെ അടുത്തേക്കാവും അവള് പോകുന്നത്. മായ പേടിയോടെ ചോദിച്ചു. അയ്യോ മയ്യേട്ടാ, അവൾ പറഞ്ഞ പോലെ ചെയ്യും, ഞാൻ നോക്കട്ടെ. കാവേരി അവൾക്ക് പിന്നാലെ പോവാൻ തുടങ്ങി. വേണ്ട, ഞാൻ പൊക്കോളാം, നിങ്ങൾ വരണ്ട, മായി പറഞ്ഞു. അവൻ അവൾക്ക് പിന്നാലെ പോയി. അവൾ നേരെ പോയത് പാടവരമ്പത്താണ്. അവൻ അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. ചെളി പുരണ്ട ദേവമായി എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയ അവൻ അവളെ കണ്ടു. അവന്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. അവൾ അവനടുത്തേക്ക് പോയി. ചേട്ടാ, എന്നോട് ക്ഷമിക്കണം, ഞാൻ അറിയാതെ ചെയ്തു പോയതാ. സോറി. ഇതിന്റെ പേരിൽ ആരെയും ഉപദ്രവിക്കരുത് പ്ലീസ്. നിർത്തടി, അവളുടെ ഒരു ചോറി. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാളിൽ നിന്ന് അപമാനം നിൽക്കുന്നത്, അതൊരു പെണ്ണിൽ നിന്ന്. അത് എനിക്ക് നാണക്കേടല്ലേ മോളെ? അപ്പൊ ആ നാണക്കേട് മാറ്റണ്ടേ? നീ തൻ്റെ ആയിട്ടുള്ളവളാ. എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു. സോറി ഒന്നും വേണ്ട, പകരം നീ എൻ്റെ കൂടെ വന്നാ മതി. അപ്പൊ ഞാനൊക്കെ മറക്കാം. എന്താ? ഞാൻ വന്നാ മതി ചേട്ടാ. ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഇരുവരും തിരിഞ്ഞു നോക്കി. മുണ്ടും മടക്കി കുത്തി ഇതേ നിൽക്കുന്നു മഹി. നിനക്കെന്താടാ ഇവിടെ കാര്യം? അയാൾ മഹിയോട് ചോദിച്ചു.
അതേ ചേട്ടാ, ഞങ്ങളുടെ വീട്ടിലൊരു പ്രോപ്പർട്ടി ഇവിടെ ഉണ്ട്, അത് കൊണ്ടുപോകാമെന്ന. ഒരു പോറല് പോലും പറ്റാതെ ആ പ്രോപ്പർട്ടി കൊണ്ടുവരില്ലാന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ടേ. അപ്പൊ എങ്ങനെയാ, പോവല്ലേ? ആരും ഗാഥയെ നോക്കി പറഞ്ഞു. അവളൊന്ന് ചിരിച്ചു. വാ. അതേ, അങ്ങനെ അങ്ങ് പോയാലോ, അയാൾ വിളിച്ചു പറഞ്ഞു. നീ പോക്കോ, ഇവള് പിന്നാലെ വന്നോളൂ. അതെങ്ങനെ ശരിയാവും ചേട്ടാ? ഇവളെ പിന്നാലെയല്ല, ഒപ്പം കൂട്ടാനാ ഞാൻ വന്ന്. ഞാൻ ഇവളെ കൊണ്ടുപോകും. നീ കൊണ്ടുപോകോ? എന്നാ ഒന്ന് കാണണല്ലോ. അയാൾ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. വിട്ടോ. അവൾ കൈ പിടിക്കാൻ നോക്കി. പക്ഷെ അയാളുടെ ബലിഷ്ഠമായ കയ്യിൽ നിന്ന് വിടിവിക്കാൻ അവൾക്കായില്ല. എന്താ ചേട്ടാ ഇത്? ഒരു പെണ്ണിന്റെ സമ്മതമില്ലാതെ അവിടെ കൈ കയറി പിടിച്ചാൽ അതെങ്ങനെ ശരിയാവും? അവിടെ കൈ വിട്ട ചേട്ടാ. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടാ? വീട്ടിൽ ചേട്ടാ അവളെ. മഹേഷിന്റെ ശബ്ദം കനത്ത്. ഒന്ന് പോടാ. അയാൾ അവരെ പുച്ഛിച്ചു. മൈക്ക് ദേഷ്യം വന്നു. നിന്നോടല്ല ചേട്ട അവളെ വിടാൻ പറഞ്ഞേ. അവനയാളുടെ നെഞ്ചിൻ കൂടെ നോക്കി ആഞ്ഞു ചവിട്ടി. അയാൾ പാടത്തേക്ക് വീണു. അയാളോടൊപ്പം വീഴാൻ പോയ ഗാഥയെ മഹി കയ്യിൽ പിടിച്ചു നിർത്തി. ദേഷ്യത്തിൽ അലറിക്കൊണ്ട് അയാൾ അവന്റെ അടുത്തേക്ക് വന്നു. പിന്നെ അവിടെ അടിയുടെ പൊടിപൂരം തന്നെയായിരുന്നു. മഹി അയാൾ ഇടിച്ച് ഇഞ്ചപ്പരുവാക്കി. ഒടുവിൽ അയാൾ എഴുന്നേൽക്കാനാവാതെ പാടത്തേക്ക് വീണു. മഹിയുടെ ഡ്രസ്സ് മുഴുവൻ പാടത്തെ ചേറായി. അവൻ വരുമ്പത്തേക്ക് കയറി. താങ്ക്സ്, അവൾ അവനെ നോക്കി പറഞ്ഞു. അവൻ അവളെയും തുറിച്ചു നോക്കി. വേണ്ടാത്ത ഓരോ വയ്യാവലി എടുത്തു നോക്കും തറയില്. നടക്കിരി അങ്ങോട്ട്. അവൻ മുമ്പിൽ നടന്നു. അവൾ അവന്റെ പിന്നാലെയും. വീട്ടിലെത്തിയ മഹിയെ കണ്ട് എല്ലാവർക്കും മനസ്സിലായി അവൻ അയാളെ നന്നായി പെരുമാറിയിട്ടുണ്ടെന്ന്. ഡീ മോളെ, നിനക്കെന്തെങ്കിലും പറ്റിയോടി? കാവേരി ചോദിച്ചു. ഇല്ലടി, മഹിയേട്ടൻ വന്നിട്ടൊന്നും പറ്റിയില്ല. ഇല്ലെങ്കിൽ ഞാൻ അയാളുടെ കൈപ്പെട്ടേനെ. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ പോണ്ടാന്ന്. അയാളുടെ സ്വഭാവത്തിന് നല്ലതല്ല, അതുകൊണ്ടാണ് നിന്നോട് പറഞ്ഞു പോണ്ടാന്ന്. എന്തായാലും പോട്ടെ, ഇനിയിപ്പോൾ അയാളുടെ കൺവെട്ടത്തിൽ നിന്ന് പെടണ്ട, കാവേരി പറഞ്ഞു. അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഗാഥയ്ക്ക് മഹിയോട് എന്തോ ഒരു ഇഷ്ടം തോന്നി തുടങ്ങി. അവൾ അവനെ കാണുമ്പോഴേക്ക് അവനോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കാനായി വരും. എന്നാൽ അവൻ മുഖം വീർപ്പിച്ച് അവിടുന്ന് പോകും. അങ്ങനെ കല്യാണ ദിവസം വന്നെത്തി. ഗംഗയോടൊപ്പം പടികളിറങ്ങി വരുന്നവരിൽ എല്ലാവരുടെയും നോട്ടം നിന്നു. എന്നാൽ മഹിയുടെ കണ്ണുകൾ ഏറ്റവും പിന്നിൽ നിന്ന് വരുന്ന ഗാഥയുടെ നേർക്കായിരുന്നു. അവൾ ആദ്യമായിട്ടാണ് അവൻ ഇങ്ങനെ ഒരു വേഷത്തിൽ കാണുന്നത്. പട്ടുസാരിയൊക്കെ എടുത്ത് മുല്ലപ്പൂവൊക്കെ ചൂടി വളരെ സുന്ദരിയായിരുന്നു അവളെ കാണാൻ. അവനറിയാതെ അവൾ നോക്കി നിന്ന് പോയി. അവളുടെ നോട്ടം അവനിലേക്ക് എത്തിയപ്പോൾ അവൻ പെട്ടെന്ന് തന്റെ കണ്ണുകൾ പിൻവലിച്ചു. എല്ലാവരും മണ്ഡപത്തിലേക്ക് പോയി. വളരെ ഭംഗിയായി കല്യാണം നടന്നു. വിവാഹത്തിന് ശേഷമുള്ള യാത്ര ചോദിക്കലും കരച്ചിലും കെട്ടിപ്പിടുത്തമൊക്കെയായി സീനായിരുന്നു. ഒക്കെ കഴിഞ്ഞ് ഗംഗയെ ചെറുക്കന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ട് എല്ലാവരും വീട്ടിലേക്ക് മടങ്ങി. പിറ്റേന്ന് കാവേരിയും ഗാഥയും തിരിച്ചു പോകാന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും എന്തോ വല്ലാത്ത സങ്കടം തോന്നി. പ്രത്യേകിച്ച് ഗാഥയെ പിരിഞ്ഞില്ലായിരുന്നു എല്ലാവർക്കും സങ്കടം. അവളെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്ന അവിടെ എല്ലാവരും. അവൾ പെട്ടെന്ന് പോകുന്നതെന്നറിഞ്ഞപ്പോൾ മഹിക്കും എന്തോ സങ്കടം. അവളോട് എന്നും വഴക്കായിരുന്നെങ്കിലും അവൾ പോകുന്നതെന്നറിഞ്ഞപ്പോൾ എന്തോ ഒരു വിഷമം. എപ്പോഴൊക്കെ അവളോട് എന്തൊക്കെയോ ഫീലിങ്സ് തോന്നി തുടങ്ങിയിരുന്നു. പക്ഷെ അവളോട് ജാട കാണിച്ചിറന്നു. പക്ഷെ ഇപ്പോൾ അന്ന് രാത്രി ഗാഥ മഹിയുടെ റൂമിലേക്ക് പോയി. ഡോറിൽ മുട്ടി. അവൻ ഡോർ തുറന്നു. അവളെ കണ്ടതും അവന്റെ മുഖം വിടർന്നു. പക്ഷെ അതവൻ പുറത്ത് കാണിച്ചില്ല. എന്താ? അത് നാളെ ഞാൻ പോവാ. ഞാൻ അറിഞ്ഞല്ലോ. പിന്നെ നിനപ്പോ പറയുന്നേ? അത് പിന്നെ എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്ക്. മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട്. അവന് സംസാരം കേട്ടപ്പോൾ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി. പിന്നെ അവിടെ നിൽക്കാൻ അവൾക്ക് തോന്നിയില്ല. സോറി, ഉറക്കം കളയണ്ട, കിടന്നോളൂ. അവൾ തിരിഞ്ഞടക്കാൻ തുടങ്ങി. അവള് നിന്നേ. എന്താ? ഇടുവാ. എന്തിനാ? വരാൻ പറഞ്ഞാ വന്നാ മതി. അവൾ അവിടെ തന്നെ നിന്നു. നിന്നോട് വരാൻ പറഞ്ഞാ നീ അനുസരിക്കില്ലല്ലേ? അവനവിടെ കയ്യിൽ പിടിച്ചു വലിച്ചു. അവൾ അവനെ നെഞ്ചിലേക്ക് വീണു. അവളെയും കൊണ്ട് അവൻ റൂമിലേക്ക് കയറി വാതിലടച്ചു. വീട്ട് എന്തിനാ എന്നെ പിടിച്ചു വെച്ചേക്കുന്നേ? എന്തിനാണെന്ന് അറിയണം നിനക്ക്? നിന്നെ ഒന്ന് സ്നേഹിക്കാനാ. എന്താ? അവൾ കണ്ണുമിഴിച്ച് അവളെ നോക്കി. കണ്ണുരുട്ടണ്ട, എനിക്കറിയാം ഈ മനസ്സിൽ എന്നോടുള്ള ഇഷ്ടം. എടോടി ഉണ്ടക്കണ്ണി. അവൾ അവനെ തന്നെ നോക്കി. എന്താ പെണ്ണ ഇങ്ങനെ നോക്കുന്നത്? എങ്ങനെ നിന്റെ ഉള്ളിൽ ഇഷ്ടം ഞാൻ അറിഞ്ഞെന്നാവല്ലേ? നീ എന്നോട് സംസാരിക്കാൻ വരുമ്പോഴേക്കും ഞാൻ കണ്ടിരുന്നു നിന്റെ കണ്ണിൽ എന്നോടുള്ള പ്രണയം. ഞാൻ ഒഴിഞ്ഞു മാറുമ്പോൾ ഈ കണ്ണുകളിലെ നിരാശ. അപ്പോഴേക്കും ഞാൻ നീ അറിയാതെ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു ദിവസം പിന്നാലെ നടക്കട്ടെ എന്ന് കരുതി. പക്ഷെ നീ പോകുന്നെന്ന് കേട്ടപ്പോ എന്തോ ഒരു വിഷമം. നിനക്ക് പോവാതിരുന്നൂടെ പെണ്ണേ? മഹിയേട്ടൻ, എനിക്ക് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. എന്തിനാണ് നീ കരയുന്നേ? അവനവളുടെ കണ്ണുടച്ചു. കരയണ്ട, നിന്നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാൻ പെണ്ണേ. ഡാഡിയുടെ മമ്മിയുടെ ഒക്കെ സ്നേഹം മതിയാവളം തരാൻ നിന്റെ ഈ മഹിയേട്ടനുണ്ടാവും എന്നും പോരെ? മഹിയേട്ടാ. അവളൊരു പൊട്ടിക്കരച്ചിലോടെ അവനെ നെഞ്ചിലേക്ക് വീണു. അവനവളെ ചേർത്ത് പിടിച്ചു. മതി കരഞ്ഞത്. ഇനി എന്റെ പെണ്ണ് കരയാൻ പാടില്ല ഒരിക്കലും, കേട്ടല്ലോ? അവനവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. അവൾ തന്നെ നെഞ്ചോട് ചേർത്ത് നിർത്തി. എത്രയും വേഗം അവളെ തന്റേതാക്കുമെന്ന് അവൾക്ക് വാക്കുകൊടുത്തു. എല്ലാവരും നിറഞ്ഞ കണ്ണുകളോടെ അവരെ യാത്രയാക്കി. എന്നു രാത്രി മഹി ഗാഥയെ വിളിക്കും. അവളുടെ പഠിത്തം കഴിഞ്ഞപ്പോൾ അവൾ ഉപരിപഠനത്തിനായി UK കൊണ്ടുപോകാൻ അവളുടെ ഡാഡിയും മമ്മിയും തീരുമാനിച്ചു.
എന്നാൽ അവൾ അത് എതിർത്തു. അവൾ മായുമായുള്ള ഇഷ്ടത്തെക്കുറിച്ച് വീട്ടിൽ പറഞ്ഞു. UK കാരനായ അവരുടെ ഫാമിലി ഫ്രണ്ടിന്റെ മകനെ കൊണ്ട് അവൾ വിവാഹം കഴിപ്പിക്കാൻ അവർ തീരുമാനിച്ചു. എന്നാൽ അവൾ അത് എതിർത്തു. അവൾ മായയെ വിളിച്ച് കാര്യം പറഞ്ഞു. അവൻ വീട്ടുകാരെയും കൂട്ടി അവളുടെ വീട്ടിൽ പോയി. അവരോട് സംസാരിച്ചപ്പോൾ അവർക്ക് സമ്മതമായിരുന്നില്ല. അവരെ അപമാനിച്ച് തിരികെ അയച്ചു. അവളെ UK കൊണ്ടുപോകാനുള്ള എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി. എന്നാൽ യാത്രയുടെ തലേദിവസം അവൾ സൂയിസൈഡിന് ശ്രമിച്ചു. അവൾ ഹോസ്പിറ്റലായി. അങ്ങനെ അവളുടെ വാശിക്ക് മുമ്പിൽ അവർ മുട്ടുമടക്കി. അവളെ അവളുടെ ഇഷ്ടത്തിന് വിടാൻ അവർ തീരുമാനിച്ചു. പക്ഷേ ഇനി ഒരിക്കലും തങ്ങളുടെ മകളെന്ന സ്ഥാനം ഉണ്ടാവില്ലെന്ന് അവർ തീർത്ത് പറഞ്ഞു. അങ്ങനെ കാവേരിയുടെ വീട്ടുകാർ അവളെ അവരുടെ വീട്ടിലേക്ക് സ്വന്തം മകളായി കൊണ്ടുപോയി. മഹിയുമായി അവളുടെ വിവാഹം നടത്തി. ഇന്ന് മഹിയേട്ടനോടൊപ്പം അവന്റെ പ്രാണനായ അവൾ ജീവിക്കുന്നു. അവരുടെ പ്രണയത്തിന്റെ പ്രതീകമായി 2 കാന്താരികൾ വീടിന് ചുറ്റും ഓടി നടക്കുന്നു. അവന് നെഞ്ചിന്റെ ചൂട് പറ്റി അവനരികിൽ കിടക്കുമ്പോൾ അവൾ അവനോട് ചോദിക്കാറുണ്ട്, മഹിയേട്ടന് എങ്ങനെ ഈ തല്ലിപ്പുളിയെ ഇഷ്ടമായി എന്ന്. അപ്പോൾ ഒന്ന് ചിരിച്ചുകൊണ്ട് അവൻ പറയും, ഈ തല്ലിപ്പുളിയുടെ ഉള്ളിൽ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു കുഞ്ഞു ഹൃദയമുണ്ട്. അത് കണ്ടിട്ടാണ് ഞാൻ ഇഷ്ടപ്പെട്ടെന്ന്. അതെ, സ്വന്തം മാതാപിതാക്കളിൽ നിന്നും കിട്ടാത്ത സ്നേഹവും കരുതലും തലോടലും ഒക്കെ ഇന്ന് അവൾ ഇവിടെയുള്ളവരിൽ നിന്ന് ആവോൾ അനുഭവിക്കുന്നുണ്ട്. ഇവിടെയുള്ളവർക്ക് ജീവനാണ് അവളെ. തന്റെ പ്രാണനായവന്റെ ശ്വാസമാണ് അവൾ. അവന്റെ ഓരോ ഹൃദയമിടിപ്പിനും അവൾ നിറഞ്ഞു നിൽക്കുന്നു. തന്റെ ഹൃദയതാളമായി എന്നും എപ്പോഴും അവന്റെ മാത്രം ജീവനായി.